കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $4,198 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $4,300 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. തിങ്കളാഴ്ച എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ്, ചൊവ്വാഴ്ച US എംപ്ലോയ്മെന്റ് റിപ്പോർട്ട്, US റീറ്റെയിൽ സെയിൽസ്, ഫ്ലാഷ് മാനുഫാക്ചറിംഗ് PMI ആൻഡ് US അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ആൻഡ് കോർ CPI, വെള്ളിയാഴ്ച എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ആൻഡ് കൺസ്യൂമർ സെന്റിമെന്റ് തുടങ്ങിയവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് 12,940 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ കേരളത്തിൽ സ്വർണ്ണവില പവന് 95,440 രൂപയായിരുന്നു. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 14/12/2025 പവന് 98,200, ഗ്രാമിന് 12,275. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 85% വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും 71% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ 11% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകർ മാത്രം സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. 15%, 18% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ വിപണിക്ക് അനുകൂലമാണ്. എന്നിരുന്നാലും അല്പം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗസയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ റിപ്പോർട്ടും യുക്രൈനിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയ വാർത്തകളും പുറമെ അമേരിക്ക വെനിൻസുല സംഘർഷവും തുടരുന്നത് ആശങ്കകൾ ശക്തമാക്കുന്നു. കൂടാതെ 2026 കടക്കാനിരിക്കുമ്പോൾ ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറക്കുമെന്ന ഊഹങ്ങളും നിലനിൽക്കുന്നു. എന്നാൽ ഈ പ്രതീക്ഷകളെ ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകൾ ശക്തമായി സ്വാധീനിച്ചേക്കും. ഈ വരും ആഴ്ചയിൽ സ്വർണ്ണവില പവന് 1,00,000 രൂപ മറികടക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നു. ഡാറ്റകൾ അനുകൂലമായാൽ വിപണി വീണ്ടും ഉയർന്നേക്കും. എന്നാൽ ഡാറ്റകൾ പ്രതികൂലമാവുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡാറ്റകൾ പ്രതികൂലമാവുന്ന ലക്ഷണമുണ്ടെങ്കിൽ നിക്ഷേപകർ ശക്തമായ ലാഭമെടുപ്പിലേക്ക് നീങ്ങാം. അങ്ങനെ വന്നാൽ സ്വർണ്ണവില പവന് 95,000 രൂപയുടെ റേഞ്ചിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം മുന്നിൽ കാണണം. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ സമയമില്ലാത്തവർക്ക് സ്വർണം വിൽക്കാം, അല്ലാത്തവർക്ക് വീണ്ടും കാത്തിരിക്കാം എന്ന് തന്നെയാണ് സൂചന നൽകുന്നത്. കാരണം 2026 പ്രതീക്ഷിക്കുന്ന ഉയരങ്ങൾ വളരെ വലുതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.